ഹായ് ഓൾ, വെൽക്കം ടു കോമേറ്റ് എഡ്യൂക്കേറ്റർ. അപ്പം ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത് ഒരു ആൻസർ കീ ആണ്. അതായത് ഓണം എക്സാം ആണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. +2 നമുക്കറിയാം, +2 അക്കൗണ്ടൻസി എക്സാം ആയിരുന്നു ഇന്ന്. കൊമേഴ്സിൻ്റെ ഇതിൽ മെയിനായിട്ട് നടന്ന എക്സാം. സോ നമ്മൾ ഇന്നത്തെ ക്വസ്റ്റ്യൻ പേപ്പറാണ് ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ നമ്മൾ ആൻസർ ഡീറ്റെയിൽഡ് ആയിട്ട് പറയുന്നുണ്ട്. ഓക്കെ, അപ്പോൾ എല്ലാവരും വീഡിയോ മുഴുവനായിട്ടും കാണാനായി ശ്രദ്ധിക്കുക. നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് അക്കൗണ്ടൻസി വിത്ത് കമ്പ്യൂട്ടറൈസ്ഡ് അക്കൗണ്ടിങ്ങിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പറാണ്. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. ഷോർട്ട് ആൻസർ ക്വസ്റ്റ്യൻ ആണ് വന്നിരിക്കുന്നത്. പാർട്ട്നേഴ്സ് കറണ്ട് അക്കൗണ്ട് മേ ഷോ. പാർട്ട്നേഴ്സ് കറണ്ട് അക്കൗണ്ട് നമുക്കറിയാം, നമ്മൾ ഫിക്സഡ് ക്യാപിറ്റൽ മെത്തേഡിലാണ് ഈ കറണ്ട് അക്കൗണ്ട് വരുന്നത് അല്ലേ. ഫിക്സഡ് ക്യാപിറ്റൽ മെത്തേഡിൽ നമ്മൾ രണ്ട് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യാറുണ്ട്, ക്യാപിറ്റൽ അക്കൗണ്ടും കറണ്ട് അക്കൗണ്ടും. അപ്പോൾ എല്ലാ അഡ്ജസ്റ്റ്മെൻറ്റുകളും നമ്മൾ ചെയ്യുന്നത് കറണ്ട് അക്കൗണ്ടിലാണ്. ക്യാപിറ്റൽ അക്കൗണ്ടിൽ നമ്മൾ ജസ്റ്റ് എന്താണ് എഴുതുന്നത്, ക്യാപിറ്റലിൻ്റെ ബാലൻസ്, അതുപോലെ അഡീഷണൽ ക്യാപിറ്റൽ, പിന്നെ പെർമനൻറ്റ് വിഡ്രോയിങ്സ്, അതാണ് നമ്മൾ ക്യാപിറ്റൽ അക്കൗണ്ടിൽ കാണിക്കുക. കറണ്ട് അക്കൗണ്ടിലാണ് ബാക്കി എല്ലാ ട്രാൻസാക്ഷൻസും, നമ്മൾ സാലറി, കമ്മീഷൻ, ഷെയർ ഓഫ് പ്രോഫിറ്റ് ഒക്കെ കാണിക്കുന്നത് കറണ്ട് അക്കൗണ്ടിലാണ്. സോ ഇതിൻ്റെ ആൻസർ വരുന്നത് ഡെബിറ്റ് ഓർ ക്രെഡിറ്റ് ബാലൻസ് ആണ്. ഓക്കെ, ഡെബിറ്റ് ഓർ ക്രെഡിറ്റ് ബാലൻസ് ആണ് ഇതിൻ്റെ ആൻസർ. ദെൻ സെക്കൻഡ് ക്വസ്റ്റ്യൻ, പാർട്ട്ണർഷിപ്പ് ഇസ് ദ റിസൾട്ട് ഓഫ്. പാർട്ട്ണർഷിപ്പ് എന്തിൻ്റെ റിസൾട്ടായിട്ടാണ് വരുന്നതെന്നാണ്. എഗ്രിമെൻ്റ് ആണ് ആൻസർ. ഓക്കെ, ആൻസർ ഈസ് എഗ്രിമെൻറ്റ്. സോ പാർട്ട്ണർഷിപ്പ് ഈസ് റിസൾട്ട് ഓഫ് ആൻ എഗ്രിമെൻറ്റ്. ലോ അല്ല, രജിസ്ട്രേഷൻ അല്ല, നൺ ഓഫ് ദീസും അല്ല, എഗ്രിമെൻ്റ് ആണ് ആൻസർ. ദെൻ തേർഡ് ക്വസ്റ്റ്യൻ നോക്കുക. നിയ, റിയ ആൻഡ് സഫ ആർ പാർട്ട്നേഴ്സ് ഇൻ എ ഫേം. റിയാസ് ഷെയർ ഇൻ പ്രോഫിറ്റ് ഇസ് ഗ്യാരണ്ടീഡ് ബൈ നിയ ആൻഡ് സഫ അറ്റ് എ ഫിക്സഡ് മിനിമം ഓഫ് ₹8,000. ഇത് ഗ്യാരണ്ടി ഓഫ് പ്രോഫിറ്റ് ടു എ പാർട്ട്ണർ എന്നുള്ള പോർഷനിൽ നിന്ന് വന്നിരിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ ഇവിടെ 3 പാർട്ട്നേഴ്സാണ്, നിയ, റിയ ആൻഡ് സഫ. അപ്പോൾ റിയയ്ക്കാണ് ഗ്യാരണ്ടി ചെയ്തിരിക്കുന്നത്, നിയയും സഫയാണ് കൊടുക്കുന്നത്. എമൗണ്ട് 8,000 ആണ്. ദ ഫേം സഫേർഡ് എ ലോസ് ഓഫ് 4,000. അപ്പോൾ ഇവിടെ എന്താണ്, ഫേമിന് ലോസ് വന്നിട്ടുണ്ട് 4,000. അപ്പം നിയേൻ്റെ ക്യാപിറ്റൽ അക്കൗണ്ട്, ഇവിടെ നിയേൻ്റെ ക്യാപിറ്റൽ അക്കൗണ്ട് എന്താണ് ചെയ്യേണ്ടത് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പം നമുക്കറിയാം, ലോസ് വന്നിരിക്കുന്ന സമയത്ത്, ലോസ് വന്നാലും ലോസ് വന്നിട്ടില്ലെങ്കിലും നമ്മൾ എന്ത് കൊടുക്കണം, നമ്മുടെ റിയയ്ക്ക് നമ്മൾ 8,000 കൊടുത്തിരിക്കണം. അപ്പോൾ ഫസ്റ്റ് നമുക്ക് ലോസ് എത്രയാണെന്ന് നോക്കാം. അതായത് ഇപ്പം റിയേൻ്റെ ലോസ്, ഷെയർ ഇൻ പ്രോഫിറ്റ് എന്ന് പറയുന്ന പോലെ ഇവിടെ ലോസാണ് വന്നിരിക്കുന്നത്. സോ ലോസ് എത്രയാണെന്ന് നോക്കാം. അപ്പോൾ ഇവിടെ നമുക്കൊന്നും പറഞ്ഞിട്ടില്ല. അപ്പോൾ ഈക്വലായിട്ട് നമ്മൾ പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോ ആണ് എടുക്കുക. 1:1 എന്ന് വിചാരിക്കുക. നമ്മൾ പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോ വന്നിരിക്കുന്നത് 1:1 ആണ്. അപ്പോൾ ഫസ്റ്റ് നമ്മൾ ലോസ് ഷെയർ ചെയ്യാണ്. 3 പേർക്കും ഷെയർ ചെയ്യുമ്പോൾ 4,000 ഇൻറ്റു 1/3 ആണ് വരിക. ഓക്കെ, 4,000 ഇൻറ്റു 1/3. അപ്പോൾ ഇത് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടും 1,333.33 ആണ് ഷെയർ ഓഫ് ലോസ് വരുന്നത്. ഓക്കെ, ഷെയർ ഓഫ് ലോസ് ടു ഈച്ച് പാർട്ട്ണർ, എല്ലാവർക്കും വരുന്ന ഷെയർ ഓഫ് ലോസ് ഇതാണ്, നിയയ്ക്കും റിയയ്ക്കും സഫയ്ക്കും. അപ്പോൾ നമ്മൾ റിയയ്ക്ക് നമ്മൾ ഗ്യാരണ്ടി ചെയ്തിട്ടുണ്ട് എത്രയാണ്, 8,000. ഓക്കെ, അപ്പോൾ നമ്മൾ കൊടുക്കേണ്ടത്, അതായത് ഈ 2 പാർട്ട്നേഴ്സും കൂടി സഫർ ചെയ്യേണ്ട ലോസ്, നിയയും സഫയും കൂടി, ഈ 2 പാർട്ട്നേഴ്സും കൂടി സഫർ ചെയ്യേണ്ട ലോസ് എന്ന് പറയുന്നത് നമ്മൾ റിയയ്ക്ക് കൊടുക്കാനുള്ള 8,000 പ്ലസ് റിയേൻ്റെ ഷെയർ ഓഫ് ലോസ്. ഓക്കെ, അപ്പോൾ ഈ 2 പാർട്ട്നേഴ്സും കൂടി ഷെയർ ചെയ്യേണ്ട എമൗണ്ട് എന്ന് പറയുന്നത് ഡെഫിഷ്യൻസി പ്ലസ് ഷെയർ ഓഫ് ലോസ് ആണ്. ഓക്കെ, അപ്പോൾ ഇത് ടോട്ടൽ ആഡ് ചെയ്യുമ്പോൾ നമുക്ക് 9,333.33 എന്ന് വരും. ഇനി അപ്പോൾ ഈ ഒരു എമൗണ്ടാണ് നമുക്ക് ലോസ് വന്നിരിക്കുന്നത്. എങ്ങനെ, റിയയ്ക്ക് നമ്മൾ ഗ്യാരണ്ടി ചെയ്തതുകൊണ്ട് 8,000 കൊടുക്കണം, പിന്നെ റിയേൻ്റെ ലോസ് ആയിട്ടുള്ള 1,333 സഫർ ചെയ്യണം. അത് നമ്മൾ നമ്മുടെ നിയയും സഫയും ഈക്വൽ ആയിട്ടാണ് ബെയർ ചെയ്യേണ്ടത്. സോ എമൗണ്ട് വരിക 9,333 ഇൻറ്റു 1/2 ആണ്. ഇവിടെ ഈക്വൽ ആയിട്ട് ഷെയർ ചെയ്യുന്നു എന്ന് നമ്മൾ വിചാരിക്കുന്നത്. അപ്പം നമുക്ക് കിട്ടും എത്രയാണ്, 4,666.5. ഓക്കെ, അപ്പോൾ അതാണ് ഇവിടെ ആര് ഷെയർ ചെയ്യേണ്ടത്,
നിയ ഷെയർ ചെയ്യേണ്ട ലോസ്. ഓക്കെ, നിയ ഷെയർ ചെയ്യേണ്ട ലോസ് ആണ്. റിയേൻ്റെ ലോസ് നിയ ഷെയർ ചെയ്യേണ്ടത് ഇതാണ്. പിന്നെ അതുപോലെ നമ്മൾ ഷെയർ ഓഫ് ലോസ് ഓഫ് നിയേൻ്റെ തന്നെ ഷെയർ ഓഫ് ലോസ് എത്ര ഉണ്ടാവും? 1333.33. ഓക്കെ, ഇത് നിയേൻ്റെ ഷെയർ ഓഫ് ലോസ് ആണ്. നിയാസ് ഷെയർ ഓഫ് ലോസ്. നിയാസ് ഷെയർ ഓഫ് ലോസ് ആണിത്. ഇത് ഷെയർ ഓഫ് ലോസ് ഓഫ് ആര്? റിയയ്ക്ക് നമ്മൾ ഗ്വാറണ്ടി കൊടുത്തതിൽ നിയ എടുക്കേണ്ട പോർഷനാണ്. അപ്പോൾ ഇത് രണ്ടും ടോട്ടലായിട്ട് ആഡ് ചെയ്യുമ്പോൾ നമുക്ക് 6000 വരും. ഓക്കെ, അപ്പം നമ്മൾ നിയേൻ്റെ ക്യാപിറ്റൽ അക്കൗണ്ട് ഡെബിറ്റ് ആണ് ചെയ്യേണ്ടത്. ലോസ് വരുമ്പോൾ നമ്മൾ എന്താ ചെയ്യുക? ക്യാപിറ്റൽ അക്കൗണ്ടിന് ഡെബിറ്റ് ആണ് ചെയ്യുക. ഓക്കെ, എന്തെങ്കിലും ക്യാപിറ്റൽ അക്കൗണ്ടിലേക്ക് വരുന്ന സാധനത്തിനാണ് നമ്മൾ ക്രെഡിറ്റ് ചെയ്യുക. ക്യാപിറ്റൽ അക്കൗണ്ടിന് എപ്പോഴും ക്രെഡിറ്റ് ബാലൻസ് ആണ്. അപ്പോൾ ലോസ് വരുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ഡെബിറ്റ് ചെയ്യണം. സോ നിയാസ് ക്യാപിറ്റൽ അക്കൗണ്ട് വിൽ ബി ഡെബിറ്റഡ് വിത്ത് 6000. നിയാസ് ക്യാപിറ്റൽ അക്കൗണ്ട് ഈസ് ഡെബിറ്റഡ് വിത്ത് 6000. അപ്പോൾ ഓർത്ത് വയ്ക്കുക, ഇത് നമ്മളൊന്ന് ആലോചിച്ചാൽ കിട്ടുന്നതേ ഉള്ളൂ. അതായത് ഇവിടെ 3 പാർട്ട്നേഴ്സാണുള്ളത്. ഒരു പാർട്ട്ണർ നമ്മൾ ഗ്വാറണ്ടി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ലോസ് വന്നു കഴിഞ്ഞാൽ ആ ഗ്വാറണ്ടീഡ് എമൗണ്ട് പ്ലസ് ഷെയർ ഓഫ് ലോസ് ആണ് ബാക്കിയുള്ള പാർട്ട്നേഴ്സ് എടുക്കേണ്ടി വരിക. ഓക്കെ, അപ്പോൾ അത് നമ്മൾ കണ്ടുപിടിക്കുന്നു. പ്ലസ് അവർ ഓൾറെഡി എടുക്കേണ്ട ഷെയർ ഓഫ് ലോസും രണ്ടും കൂടി ആഡ് ചെയ്യുമ്പോൾ അവരുടെ ക്യാപിറ്റൽ അക്കൗണ്ട് ഡെബിറ്റ് ചെയ്യേണ്ട എമൗണ്ട് നമുക്ക് കിട്ടുന്നു. സോ ആൻസർ വിൽ ബി ഡെബിറ്റഡ് വിത്ത് 6000. ഓക്കെ, മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഇനി നെക്സ്റ്റ് 4th ക്വസ്റ്റ്യൻ നോക്കാം. അഭി ആൻഡ് അതുൽ ആർ പാർട്ട്നേഴ്സ് ഇൻ എ ഫേം ഷെയറിംഗ് പ്രോഫിറ്റ്സ് ഇൻ ദ റേഷ്യോ ഓഫ് 2:1. They admit Shijil as a partner for 1/4 share in profit. The sacrificing ratio will be. ഓക്കെ, അപ്പോൾ ഇവിടെ എന്താണ്? ഇവിടെ ന്യൂ പാർട്ട്ണറിൻ്റെ ഷെയർ കൊടുത്തിട്ടുണ്ട് വിത്തൗട്ട് മെൻഷനിങ് എനി സാക്രിഫൈസിങ് റേഷ്യോ പിന്നെ എത്രയാണ്, എത്ര പാർട്ടാണ് എന്നൊന്നും ഇവിടെ മെൻഷൻ ചെയ്തിട്ടില്ല. സോ ദ ഓൾഡ് റേഷ്യോ വിൽ ബി ദ സാക്രിഫൈസിങ് റേഷ്യോ. ഓൾഡ് റേഷ്യോ തന്നെയായിരിക്കും സാക്രിഫൈസിങ് റേഷ്യോ എന്ന് പറയുന്നത്. സോ ആൻസർ ഈസ് 2:1 ആണ്. ഓക്കെ, ആൻസർ വരുന്നത് 2:1 ആയിരിക്കും. ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ആക്ച്വൽ പ്രോഫിറ്റ് മൈനസ് നോർമൽ പ്രോഫിറ്റ്. ആക്ച്വൽ പ്രോഫിറ്റ് മൈനസ് നോർമൽ പ്രോഫിറ്റ് വരുന്നത് എന്താണ്? സൂപ്പർ പ്രോഫിറ്റ് ആണ്. ഓക്കെ, ആക്ച്വൽ പ്രോഫിറ്റ് മൈനസ് നോർമൽ പ്രോഫിറ്റ് സൂപ്പർ പ്രോഫിറ്റ് ആണ്. ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ദ ക്യാപിറ്റലൈസ്ഡ് വാല്യൂ അറ്റാച്ച്ഡ് ടു ദ ഡിഫറൻഷ്യൽ പ്രോഫിറ്റ് കപ്പാസിറ്റി ഓഫ് എ ബിസിനസ് ഇസ് കോൾഡ്. അതായത് ഇവിടെ പ്രോഫിറ്റ് കപ്പാസിറ്റീനെ കുറിച്ചാണ് പറയുന്നത്. അതായത് ഡിഫറൻഷ്യൽ പ്രോഫിറ്റ് കപ്പാസിറ്റി, അതായത് നോർമൽ പ്രോഫിറ്റിനെക്കാട്ടും ഒരു കമ്പനി സൂപ്പർ പ്രോഫിറ്റ് ഉണ്ടാക്കുമ്പോഴാണ് നമ്മൾ ഡിഫറൻഷ്യൽ പ്രോഫിറ്റ് കപ്പാസിറ്റി എന്ന് പറയുന്നത്. സോ അതിൻ്റെ ക്യാപിറ്റലൈസ്ഡ് വാല്യൂവിനെ നമ്മൾ പറയുന്നതാണ് ഗുഡ്വിൽ. അപ്പോൾ ഇതിൻ്റെ ആൻസർ ഗുഡ്വില്ലാണ്. ഓക്കെ, അതിൻ്റെ ക്യാപിറ്റലൈസ്ഡ് വാല്യൂ നമ്മൾ പറയുന്നതാണ് ഗുഡ്വിൽ. സോ ദ ആൻസർ ഈസ് ഗുഡ്വിൽ. ഇനി അടുത്തത്, ലിസ്റ്റ് ഔട്ട് എനി 4 items that appear in the credit side of the partner's current account. പാർട്ട്നേഴ്സ് കറണ്ട് അക്കൗണ്ടിൽ വരുന്ന 4 items ആണ്. ഒന്നാമത്തത് സാലറി അല്ലേ, പാർട്ട്നേഴ്സ് സാലറി ഓർ റെമ്യൂണറേഷൻ, പാർട്ട്നേഴ്സിൻ്റെ സാലറി ഓർ റെമ്യൂണറേഷൻ. പിന്നെ സെക്കൻഡ് വൺ പാർട്ട്നേഴ്സ് കമ്മീഷൻ. പാർട്ട്നേഴ്സ് കമ്മീഷൻ വരുന്നത് ക്രെഡിറ്റ് സൈഡിലാണ്. ദെൻ നെക്സ്റ്റ് ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ അല്ലേ, പാർട്ട്ണറിൻ്റെ ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ വരും. ദെൻ ഷെയർ ഓഫ് പ്രോഫിറ്റ് ഓർ ലോസ്, ഷെയർ ഓഫ് പ്രോഫിറ്റ് ആണ് വരിക. ഷെയർ ഓഫ് പ്രോഫിറ്റ്. ലോസ് നമ്മൾ ഡെബിറ്റ് സൈഡിലാണ് കാണിക്കുക, ക്രെഡിറ്റ് സൈഡിൽ ഷെയർ ഓഫ് പ്രോഫിറ്റ് ആണ് വരിക. ഇത്രയും 4 items ആണ് നമ്മൾ പാർട്ട്ണറിൻ്റെ കറണ്ട് അക്കൗണ്ടിൽ കാണിക്കുന്നത്. ദെൻ നെക്സ്റ്റ്, എക്സ്പ്ലെയിൻ ബ്രീഫ്ലി പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ അക്കൗണ്ട്. അപ്പോൾ പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ അക്കൗണ്ട് ബ്രീഫായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അതറിയുന്നത് പോലെ എഴുതാം. പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ അക്കൗണ്ട് ഈസ് ആൻ എക്സ്റ്റൻഷൻ ഓഫ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്. അതായത് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൻ്റെ ഒരു എക്സ്റ്റൻഷനാണ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് എന്ന് പറയുന്നത്, പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ അക്കൗണ്ട് എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് പ്രിപ്പയർഡ് ബൈ ദി പാർട്ട്ണർഷിപ്പ് ഫേം
to distribute the net profit or loss among the partners according to partnership deed. അതായത് നമ്മൾ നെറ്റ് പ്രോഫിറ്റ് ഓർ ലോസ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാനാണ് ഈ ഒരു അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുന്നത്. ഇറ്റ് റെക്കോർഡ്സ് ഐറ്റംസ് ലൈക്ക് ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ, ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ്, പാർട്ട്ണർ സാലറി, കമ്മീഷൻ എക്സെട്ര. ഓക്കെ, അപ്പോൾ നമ്മൾ അറിയുന്ന കാര്യം എക്സ്പ്ലെയിൻ ചെയ്ത് എഴുതുക. ഓക്കെ, ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കുക. 9th ക്വസ്റ്റ്യൻ. രാഹുൽ ഹാസ് എ ക്യാപിറ്റൽ ബാലൻസ് ഓഫ് 60,000 അറ്റ് ദ ബിഗിനിങ് ഓഫ് ദി ഇയർ. ഇൻ ദ മിഡിൽ ഓഫ് ദി ഇയർ ഹി വിഡ്രൂ 20,000 ഫ്രം ഹിസ് ക്യാപിറ്റൽ. കാൽക്കുലേറ്റ് ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ ഓഫ് രാഹുൽ അറ്റ് ദ റേറ്റ് ഓഫ് 10% പെർ ആനം. അപ്പോൾ ഇവിടെ രാഹുലിൻ്റെ ക്യാപിറ്റൽ ബാലൻസ് ബിഗിനിങ്ങിൽ എത്രയാണ് ഉണ്ടായിരുന്നത്? 60,000 ആണ് ഉണ്ടായിരുന്നത്. പിന്നെ മിഡിലായി കഴിഞ്ഞപ്പോൾ എന്ത് ചെയ്തു? 20,000 വിഡ്രോ ചെയ്തു. ഓക്കെ, അപ്പോൾ മിഡിലായി കഴിഞ്ഞപ്പം 20,000 വിഡ്രോ ചെയ്തു. അപ്പോൾ നോക്കുക, ഫുള്ളായിട്ടും ആ ഒരു എമൗണ്ട്, ഫുള്ളായിട്ടുള്ള ക്യാപിറ്റൽ, എത്ര ക്യാപിറ്റലാണ് നമ്മൾക്ക് ആ ഒരു വർഷം ഉണ്ടായിരുന്നത് നോക്കുക. 60,000-ൽ 20,000 നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്? മിഡിലായപ്പം വിഡ്രോ ചെയ്തിട്ടുണ്ട്, അല്ലേ, എടുത്തിട്ടുണ്ട്. സോ നമുക്ക് 40,000 ആണ് ഫുള്ളായിട്ടും ആ ഒരു വർഷം നമ്മുടെ കയ്യിലുണ്ടായിരുന്നത്. അപ്പം നമ്മൾ എന്ത് ചെയ്യണം? 40,000-ന് ഫുള്ളായിട്ട് നമ്മൾ ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ കാൽക്കുലേറ്റ് ചെയ്യണം. 40,000 ഇൻറ്റു 10/100. അപ്പം നമുക്ക് എത്ര കിട്ടും? 4,000. പിന്നെ നമ്മൾ 20,000 എന്ത് ചെയ്യാണ്? പകുതിയാകുമ്പോൾ 6 മാസം കഴിയുമ്പോൾ വിഡ്രോ ചെയ്യാണ്. അപ്പം 6 മാസം മാത്രമാണ്, 6 months മാത്രമാണ് എന്ത് ചെയ്തത്? ഈ 20,000 നമ്മുടെ ഫേമിൽ ഉണ്ടായിരുന്നത്. അപ്പോൾ എന്ത് ചെയ്യുക? 20,000-ന് 6 monthsലേക്ക് കാൽക്കുലേറ്റ് ചെയ്യുക. ഓക്കെ, അപ്പോൾ എന്ത് ചെയ്യുക? 20,000 ഇൻറ്റു 10/100 ഇൻറ്റു 6/12. അപ്പോൾ ഇത് ചെയ്യുമ്പോൾ നമുക്ക് 1000 കിട്ടും. അപ്പോൾ ടോട്ടൽ ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ എന്ന് പറയുന്നത് എത്രയാണ്? 4,000 പ്ലസ് 1,000 ആണ്. ടോട്ടൽ ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ ഇസ് ഈക്വൽ ടു 4,000 പ്ലസ് 1,000, ദാറ്റ് ഇസ് ഈക്വൽ ടു 5,000. ഓക്കെ, അപ്പോൾ 5,000 ആണ് ആൻസർ വരിക. അപ്പോൾ ഇത് സിമ്പിളാണ്, നമുക്ക് ലോജിക്കലി ചിന്തിച്ചാൽ തന്നെ കിട്ടും. അതായത് എത്ര എമൗണ്ട് ആണ് ഫുള്ളായിട്ട് നമ്മുടെ ആ ഒരു ഫേമിൽ ഉണ്ടായിരുന്നത്, ആ ഒരു വർഷം മൊത്തത്തിൽ എത്രയാണ് ഉണ്ടായിരുന്നത്? 40,000 ആണ് ഉണ്ടായിരുന്നത്. അപ്പോൾ അത് ഫുള്ള് ഒരു ഇയറിലേക്ക് നമ്മൾ ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ കാൽക്കുലേറ്റ് ചെയ്യാം. ദെൻ നമ്മൾ വിഡ്രോ ചെയ്ത എമൗണ്ട് എത്ര മാസം വരെ ഉണ്ടായിരുന്നു? ഇവിടെ 6 months, മിഡിൽ എന്ന് പറഞ്ഞുകൊണ്ടാണ് നമ്മൾ 6 monthsലേക്ക് എടുത്തത്. ഓക്കെ, അപ്പോൾ മിഡിലായപ്പോൾ വിഡ്രോ ചെയ്തപ്പോൾ 20,000 ആ ഒരു പകുതി മാസം വരെ, പകുതി വർഷം വരെ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ നമ്മൾ 6 monthsലേക്ക് എടുത്ത് ചെയ്തു. രണ്ടും കൂടി ആഡ് ചെയ്തപ്പോൾ നമുക്ക് ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ കിട്ടി. ഓക്കെ, ദെൻ നെക്സ്റ്റ് നമുക്ക് നോക്കാം. A and B are partners in a firm sharing profits in 3:2 ratio. They admit C for 10% of profit. Calculate new profit sharing ratio. അപ്പോൾ ഇവിടെ A and Bൻ്റെ ഓൾഡ് പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോ തന്നിട്ടുണ്ട്. എത്രയാണ്? 3:2 ആണ്. They admit C for 10% of profit. 10%-ന് നമ്മൾ എങ്ങനെയാണ് എഴുതുക? 10/100 അല്ലേ? അപ്പോൾ 10% എന്ന് പറയുന്നത് എത്രയാണ്? 1/10 പോർഷനാണ്. ഓക്കെ, 10% എന്ന് കാണുമ്പോൾ നിങ്ങൾ കൺഫ്യൂഷൻ ആവരുത്. 10% നമ്മൾ എഴുതുക 10/100. 100-ലാണ് നമ്മൾ പെർസെൻറ്റേജ് കാണുക. സോ 10/100 ദാറ്റ് ഇസ് ഈക്വൽ ടു 1/10. അപ്പം സി അഡ്മിറ്റഡ് ഫോർ 1/10 ഷെയർ എന്നായി. ഇനി നമുക്ക് കണ്ടുപിടിക്കാൻ അറിയാമല്ലോ അല്ലേ? റിമൈനിങ് ഷെയർ വെച്ചിട്ടാണ് നമ്മൾ ഈ ഒരു പ്രോബ്ലം കണ്ടുപിടിക്കുക. അപ്പോൾ റിമൈനിങ് ഷെയർ ഇസ് ഈക്വൽ ടു, ഇപ്പോൾ ഫുള്ളായിട്ടുള്ള ഷെയർ 10/10 എടുക്കുകയാണെങ്കിൽ 1/10 ആണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. സോ 9/10 ആണ് നമ്മുടെ റിമൈനിങ് ഷെയർ വരുന്നത്. ഓക്കെ, 10/10 1 ആയിട്ട് എടുക്കുകയാണെങ്കിൽ, അതായത് നമ്മൾ ടോട്ടൽ ഷെയർ ഓഫ് പ്രോഫിറ്റ് 1, 10/10 എന്ന് ഉദ്ദേശിക്കുന്നത് 1 ആണ്. 1-ന് 1 മൈനസ് 1/10. അപ്പോൾ അത് ഈസി ആയിട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ 10/10 മൈനസ് 1/10 എന്ന് എടുത്തിരിക്കുന്നത്. 1 ആണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ 9/10 ആണ് നമ്മൾ റിമൈനിങ് ഷെയർ. അപ്പോൾ റിമൈനിങ് ഷെയറിന് നമ്മൾ എന്ത് ചെയ്യണം? ഇനി നമ്മുടെ ഓൾഡ് റേഷ്യോയിൽ നമ്മൾ എടുക്കുകയാണ്, പ്രൊപ്പോർഷൻ എടുക്കുകയാണ്. അപ്പം 9/10 ഇൻറ്റു 3/5. ഇത് ചെയ്യുമ്പോൾ നമുക്ക് ആരുടെ ന്യൂ റേഷ്യോ കിട്ടും?
എയിൻ്റെ ന്യൂ റേഷ്യോ കിട്ടും. ഓക്കെ, അപ്പം ഇത് മൾട്ടിപ്ലിക്കേഷൻ ആയതുകൊണ്ട് നമുക്ക് ഡയറക്റ്റ് മൾട്ടിപ്ലൈ ചെയ്യാം. 9 × 3 27, 50. ഇനി ബിൻ്റെ ന്യൂ ഷെയർ, ബീസിൻ്റെ ന്യൂ ഷെയർ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് റിമൈനിങ് ഷെയർ ഇൻറ്റു ബിൻ്റെ പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോ 9/10 ഇൻറ്റു 2/5, 50. ഓക്കെ, അപ്പോൾ നമുക്ക് കിട്ടി എയിൻ്റെ ന്യൂ ഷെയർ എത്രയാണ്? 27 ആണ്. ബിൻ്റെ ന്യൂ ഷെയർ 18 ആണ്. ഇനി സിൻ്റെത് 1/10 ആണെന്ന് നമുക്കറിയാം അല്ലേ? 1/10 ആണ്. അപ്പോൾ ഈ 1/10 നമ്മൾ എന്ത് ചെയ്യണം? ഡിനോമിനേറ്റർ സെയിം ആക്കണം. ഇവിടെയൊക്കെ എത്രയാണ്? ഡിനോമിനേറ്റർ എത്രയാണ്? 50 ആണ് അല്ലേ? അപ്പോൾ ഈ 50 ഡിനോമിനേറ്റർ ആക്കാൻ നമ്മൾ എന്ത് ചെയ്യണം? 10 × 5 ചെയ്യുമ്പോഴാണ് നമുക്ക് 50 കിട്ടുക. സോ നമ്മൾ മുകളിൽ ന്യൂമറേറ്ററിന് × 5 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. സോ 5/50 എന്ന് കിട്ടും. അപ്പോൾ ഇവിടെ എന്താണ് വരിക? 27:8:5 ആണ് നമ്മുടെ ആൻസർ വരുന്നത്. സോ ന്യൂ പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോ ഇസ് ഈക്വൽ ടു 27:18:5. ഇതാണ് ന്യൂ പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോ. അപ്പോൾ ഇവിടെ നമ്മൾ റിമൈനിങ് ഷെയർ വെച്ചിട്ടാണ് കണ്ടുപിടിച്ചത്. 10% എന്ന് കൊടുക്കുമ്പോൾ കൺഫ്യൂഷൻ ആവരുത്. 10% എന്ന് പറയുമ്പോൾ 10/100 ആണ്. സോ അത് 1/10 ആണ്. പിന്നെ അതിൻ്റെ റിമൈനിങ് ഷെയർ കണ്ടുപിടിക്കുക. പിന്നെ എൻ്റെയും ബിൻ്റെയും ന്യൂ ഷെയർ കണ്ടുപിടിക്കുക. അപ്പം നമുക്ക് ന്യൂ പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോ ഈസി ആയിട്ട് കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. ഓക്കെ, ഇനി ക്വസ്റ്റ്യൻ 11 നമുക്ക് നോക്കാം. Arya and Aisha are partners in a firm sharing profits in the ratio of 3:1. Their capitals were 70,000, 60,000 respectively. They admit Jariya as a new partner for 1/5 share. Jariya brought 50,000 as her capital. Calculate Jariya's share of goodwill amount. അപ്പോൾ ഇവിടെ 2 പാർട്ട്നേഴ്സാണ് ഉണ്ടായിരുന്നത്. അവരുടെ ഓൾഡ് പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോ നമുക്ക് തന്നിട്ടുണ്ട്. അതുപോലെ ക്യാപിറ്റൽസും തന്നിട്ടുണ്ട്. അവർ ജെറിയ എന്ന് പറയുന്ന ഒരു പുതിയ പാർട്ട്ണറിനെ അഡ്മിറ്റ് ചെയ്യാണ് ഫോർ 1/5 ഷെയർ. ജെറിയ കൊണ്ടുവരുന്ന ക്യാപിറ്റലായിട്ട് കൊണ്ടുവരണം അല്ലേ? അത് 50,000 ആണെന്ന് തന്നിട്ടുണ്ട്. കാൽക്കുലേറ്റ് ജെറിയ ഷെയർ ഓഫ് ഗുഡ്വിൽ. അപ്പം ജെറിയേൻ്റെ ഷെയർ ഓഫ് ഗുഡ്വിൽ കിട്ടണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ഫസ്റ്റ് നമ്മൾ ടോട്ടൽ ഗുഡ്വിൽ കണ്ടുപിടിക്കണം. ഓക്കെ, ടോട്ടൽ ഫേമിൻ്റെ ഗുഡ്വില് കണ്ടുപിടിക്കണം. ഇതൊരു ഹിഡൻ ഗുഡ്വില്ല് വരുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, ഹിഡൻ ഗുഡ്വില്ല് വരുന്നതാണ്. അപ്പോൾ ഇത് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യണം? ഫസ്റ്റ് നമ്മൾ ടോട്ടൽ ക്യാപിറ്റൽ കണ്ടുപിടിക്കണം. ടോട്ടൽ ക്യാപിറ്റൽ ഓഫ് ഫേം ബേസ്ഡ് ഓൺ ജെറിയാസ് ഷെയർ. ഓക്കെ, അപ്പോൾ അത് കണ്ടുപിടിക്കാൻ ടോട്ടൽ ക്യാപിറ്റൽ ഓഫ് ഫേം based on Jariya's share of capital. ജെറിയൻ്റെ ഷെയർ എത്രയാണ്? 50,000 ആണ്. 50,000 1/5 ഷെയർ ആണ്. സോ അതിൻ്റെ റെസിപ്രോക്കൽ എടുക്കുക 5/1. അപ്പം നമുക്ക് കിട്ടും 5 × 5 25 ആണ്. അപ്പം 2,50,000. ഓക്കെ, അപ്പം നമുക്ക് 2,50,000 കിട്ടി. ഇനി അടുത്തത്, ഇനി നമ്മൾ കമ്പൈൻഡ് ആക്ച്വൽ ക്യാപിറ്റൽ ഓഫ് ഓൾ പാർട്ട്നേഴ്സ്, അതായത് എല്ലാ പാർട്ട്നേഴ്സിനെയും കമ്പൈൻഡ് ക്യാപിറ്റൽ കണ്ടുപിടിക്കണം. കമ്പൈൻഡ് actual capital of all partners. അത് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് എല്ലാ ക്യാപിറ്റലും നമ്മൾ ആഡ് ചെയ്യുക. 70,000 പ്ലസ് 60,000 പ്ലസ് പുതിയ പാർട്ട്ണറിൻ്റെ ഷെയർ ആയിട്ടുള്ള 50,000.
അപ്പോൾ എന്ത് ചെയ്യണം, എല്ലാ പോർഷനും നമ്മൾ ആഡ് ചെയ്യണം. 70,000 പ്ലസ് 60,000 പ്ലസ് 50,000. അപ്പോൾ നമുക്ക് 1,80,000 കിട്ടും. ഓക്കെ, ഇനി ഹിഡൻ ഗുഡ് വിൽ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യണം, ടോട്ടൽ ക്യാപിറ്റൽ ഓഫ് ദി ഫേം ബേസ്ഡ് ഓൺ ജെറിയാസ് ഷെയർ മൈനസ് ആക്ച്വൽ ക്യാപിറ്റൽ. ഓക്കെ, അപ്പോൾ ഹിഡൻ ഗുഡ് വിൽ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ഇതാണ് നമ്മുടെ ടോട്ടൽ ഫേമിൻ്റെ ഗുഡ് വിൽ. ഓക്കെ, അതായത് ഫേംസ് ഗുഡ് വിൽ. എന്ത് ചെയ്യണം, 2,50,000 മൈനസ് 1,80,000. അപ്പോൾ നമുക്ക് കിട്ടും 70,000. അതായത് 70,000 ആണ് നമ്മുടെ ടോട്ടൽ ഫേമിൻ്റെ ഗുഡ് വിൽ. ഓക്കെ, ഇനി അതിൽ എന്ത് ചെയ്യണം, ഇനി അതിൽ നമ്മൾ ജെറിയേൻ്റെ ഷെയർ കണ്ടുപിടിക്കണം. 70,000 ഇൻറ്റു 1/5. സോ ജെറിയാസ് ഷെയർ ഓഫ് ഗുഡ് വിൽ, ജെറിയാസ് ഷെയർ ഓഫ് ഗുഡ് വിൽ എന്ന് പറയുന്നത് 70,000 ഇൻറ്റു 1/5 ആണ്. അപ്പോൾ നമുക്ക് കിട്ടും 14,000. ഓക്കെ, അപ്പം 14,000 ആണ് ഇതിൻ്റെ ആൻസർ വരുന്നത്. 14,000 ആണ് ജെറിയാസ് ഷെയർ ഓഫ് ഗുഡ് വിൽ വരുന്നത്. ഓക്കെ, അപ്പോൾ ഇത് ക്വസ്റ്റ്യൻ ആൻസർ ഇവിടെ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ് ഇതിൻ്റെ താഴെ തന്നെ ചെയ്തു തന്നിരിക്കുന്നത്. മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഈ ഹിഡൻ ഗുഡ് വിൽ വരുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് ഇത്. അപ്പോൾ ജെറിയാസ് ഷെയർ ഓഫ് ഗുഡ് വിൽ 14,000 ആണ്. 14,000. ഇനി നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ 3 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ആണ് ഇനി വരുന്നത്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. 12th ക്വസ്റ്റ്യൻ 3 മാർക്കിൽ വരുന്ന ഫസ്റ്റ് ക്വസ്റ്റ്യൻ. ആനന്ദ്, എ പാർട്ട്ണർ ഇൻ എ ഫേം, വിഡ്രോസ് ദ ഫോളോവിങ് എമൗണ്ട് ഡ്യൂറിങ് ദ ഇയർ 2025. ഇപ്പം ഓരോ എമൗണ്ട് ഏതൊക്കെ മാസങ്ങളിൽ എത്ര എമൗണ്ട് വിഡ്രോ ചെയ്യുന്നുണ്ട് എന്ന് തന്നിട്ടുണ്ട്. ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ് ടു ബി ചാർജ് 7.5% പെർ ആനം. ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സിൻ്റെ പെർസെൻറ്റേജ് നമുക്ക് തന്നിട്ടുണ്ട്. കാൽക്കുലേറ്റ് ദ എമൗണ്ട് ഓഫ് ഇൻട്രസ്റ്റ് ടു ബി ചാർജ് ഓൺ ആനന്ദ്സ് ഡ്രോയിങ് ഫോർ ദ ഇയർ എൻഡിങ് December 31st, 2025. ഓക്കെ, അപ്പോൾ ഇവിടെ ഫിനാൻഷ്യൽ ഇയർ എൻഡ് ചെയ്യുന്നത് ഡിസംബറിലാണ്. റേറ്റ് 7.5 ആണ്. ഓക്കെ, ഡിഫറെൻ്റ് എമൗണ്ട് തന്നുകൊണ്ട് ഇവിടെ നമ്മൾ യൂസ് ചെയ്യുക പ്രോഡക്റ്റ് മെത്തേഡാണ്. ഓക്കെ, ഡിഫറെൻ്റ് എമൗണ്ട് ആയതുകൊണ്ട് ഇവിടെ നമ്മൾ യൂസ് ചെയ്യുന്നത് പ്രോഡക്റ്റ് മെത്തേഡാണ്. അപ്പോൾ നോക്കാം. അപ്പോൾ നമ്മൾ ഇതിങ്ങനെ എടുത്തെഴുതാം. നെക്സ്റ്റ് നമ്മൾ കണ്ടുപിടിക്കേണ്ട പീരിയഡ്, എത്ര പീരീഡ് ഉണ്ട് ഡ്രോയിങ്സിൻ്റെ, പിന്നെ പ്രോഡക്റ്റ്. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് നോക്കാം. January 31 നമ്മൾ വിഡ്രോ ചെയ്തത്. അപ്പോൾ ഫിനാൻഷ്യൽ ഇയർ എൻഡ് ചെയ്യുന്നത് December 31. അപ്പോൾ എത്ര പീരീഡ് ഉണ്ട്? അപ്പം ജനുവരി കഴിഞ്ഞാൽ ഫെബ്രുവരി, മാർച്ച്, ഏപ്രിൽ, മെയ്, ജൂൺ, ജൂലൈ, ഓഗസ്റ്റ്, സെപ്റ്റംബർ, ഒക്ടോബർ, നവംബർ, ഡിസംബർ, അങ്ങനെ 11 months ആണ് ഉള്ളത്. പിന്നെ ഏപ്രിൽ തൊട്ട്, April 1 എന്ന് പറയുമ്പോൾ ഏപ്രിൽ കൂടി കൗണ്ട് ചെയ്യണം. January 31 എന്ന് പറയുമ്പോൾ ജനുവരി കൗണ്ട് ചെയ്യരുത്, ഫെബ്രുവരി തൊട്ട് നമ്മൾ കൗണ്ട് ചെയ്യണം. ഓക്കെ, ഏപ്രിൽ എന്ന് പറയുമ്പോൾ ഏപ്രിൽ തൊട്ടാണ് നമ്മൾ കൗണ്ട് ചെയ്യേണ്ടത്. അപ്പം ഏപ്രിൽ, മെയ്, ജൂൺ, ജൂലൈ, ഓഗസ്റ്റ്, സെപ്റ്റംബർ, ഒക്ടോബർ, നവംബർ, ഡിസംബർ 9 months ആണ് വരുന്നത്. ജൂലൈ 31 എന്ന് പറയുമ്പോൾ ജൂലൈ കൗണ്ട് ചെയ്യരുത്, ഓഗസ്റ്റ് തൊട്ട് കൗണ്ട് ചെയ്യണം. അപ്പോൾ നമുക്ക് ഓഗസ്റ്റ്, സെപ്റ്റംബർ, ഒക്ടോബർ, നവംബർ, ഡിസംബർ 5 months ആണ് വരിക. പിന്നെ December 1 എന്ന് പറയുമ്പോൾ നമ്മൾ ഒരു മാസം 1 month കൗണ്ട് ചെയ്യണം. December 31 എന്ന് പറയുമ്പോൾ 0 ആണ്, നമുക്ക് മന്ത് ഇല്ല, അപ്പോൾ 0 എന്ന് കൊടുക്കാം. ഓക്കെ, ഇനി പ്രോഡക്റ്റ് കണ്ടുപിടിക്കുക. പ്രോഡക്റ്റ് എന്താണ്? എമൗണ്ട് ഇൻറ്റു പീരീഡ് ആണ് പ്രോഡക്റ്റ്. അപ്പോൾ 11 × 2000 22,000. പിന്നെ 9 × 5,000 45,000. ദെൻ 5 × 4,000 20,000. പിന്നെ 9,000. ഇത് 0 ആയതുകൊണ്ട് 0. ഇനി ഇതിനെയൊക്കെ നമ്മൾ എന്ത് ചെയ്യണം? ടോട്ടൽ പ്രോഡക്റ്റ് നമ്മൾ കണ്ടുപിടിക്കണം. 22,000 പ്ലസ് 45,000 പ്ലസ് 20,000 പ്ലസ് 9,000. അപ്പോൾ ഇതിൻ്റെ ടോട്ടൽ പ്രോഡക്റ്റ് നമ്മൾ കണ്ടുപിടിക്കുക. നമുക്ക് കിട്ടാൻ 96,000 എന്നാണ്. ഓക്കെ, ഇനി നമ്മൾ ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ് കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യണം?
ഈ ടോട്ടൽ പ്രോഡക്റ്റ് ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ് ടോട്ടൽ പ്രോഡക്റ്റ് ഇൻറ്റു റേറ്റ് ബൈ 100 ഇൻറ്റു 1/12. ഇതാണ് നമ്മുടെ ഇക്വേഷൻ. അപ്പോൾ ടോട്ടൽ പ്രോഡക്റ്റ് നമുക്കിവിടെ എത്രയുണ്ട്? 96,000 ഉണ്ട്. ഇൻറ്റു റേറ്റ് 7.5/100 ആണ്. ഇൻറ്റു 1/12 ചെയ്യാം. അപ്പം നമുക്ക് 600 ആണ് കിട്ടുക. അപ്പം നമ്മൾ ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ് എത്രയാണ്? 600 ആണ്. അപ്പോൾ ഇങ്ങനെ ഡിഫറെൻറ്റ് എമൗണ്ടും ഡിഫറെൻറ്റ് പീരീഡും തന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ യൂസ് ചെയ്യുന്ന മെത്തേഡാണ് പ്രോഡക്റ്റ് മെത്തേഡ്. പീരീഡ് കണ്ടുപിടിക്കുക, പീരീഡിൻ്റെ എമൗണ്ട് ചെയ്യുമ്പോൾ നമുക്ക് പ്രോഡക്റ്റ് കിട്ടും. അത് ടോട്ടൽ ചെയ്യുക. ടോട്ടൽ പ്രോഡക്റ്റ് ഇൻറ്റു റേറ്റ് ബൈ 100 ഇൻറ്റു 1/12. ഓക്കെ, അങ്ങനെയാണ് ചെയ്യേണ്ടത്. പിന്നെ എക്സ്പ്ലെയിൻ ദ ഫാക്ടേഴ്സ് അഫക്റ്റിംഗ് ദ വാല്യൂ ഓഫ് ഗുഡ് വിൽ. അപ്പോൾ 3 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ 3-4 എന്ത് ചെയ്യുക? എക്സ്പ്ലെയിൻ ചെയ്യുക. നമുക്ക് ഫാക്ടേഴ്സ് അറിയാം. ലൊക്കേഷൻ ഓഫ് ദി ബിസിനസ്, ഏജ് ഓഫ് ദി ബിസിനസ്, മാർക്കറ്റ് ഡിമാൻഡ്, കോമ്പറ്റീഷൻ, പിന്നെ എഫിഷ്യൻസി ഓഫ് മാനേജ്മെൻറ്റ്, ഇതൊക്കെയാണ് വരുന്നത്. അപ്പോൾ അത് എഴുതുക, അതിൻ്റെ എക്സ്പ്ലനേഷൻ കൊടുക്കുക. അതാണ് ഇവിടെ ചെയ്യാനുള്ളത്. ഓക്കെ, the next question. X and Y are partners in a firm sharing profits and losses in the ratio of 3:2. Z is admitted as a partner for 1/5 share. He brings 60,000 as capital and necessary amount of premium in cash. The goodwill of the firm is valued at 50,000. Give necessary journal entries when the amount of goodwill is fully withdrawn by the partners. ഓക്കെ, അപ്പം നോക്കുക, ഇവിടെ എക്സും വൈയും പാർട്ട്നേഴ്സാണ്. പുതിയൊരു പാർട്ട്ണറായിട്ടുള്ള സെഡിനെ നമ്മൾ അഡ്മിറ്റ് ചെയ്യുകയാണ്. 1/5 ഷെയർ ആണ്. അപ്പം സെഡ് കൊണ്ടുവരുന്നത് എത്രയാണ്? 60,000 ക്യാപിറ്റലും കൊണ്ടുവരുന്നുണ്ട്. പിന്നെ പ്രീമിയം എന്ന് ഉദ്ദേശിക്കുന്നത് പ്രീമിയം ഫോർ ഗുഡ്വില്ലാണ്. പ്രീമിയം ഇൻ ക്യാഷ് ആണ് കൊണ്ടുവരുന്നത്. അപ്പം ടോട്ടൽ ഫേമിൻ്റെ ഗുഡ്വില്ല് നമുക്ക് തന്നിട്ടുണ്ട് എത്രയാണ്? 50,000. ഓക്കെ, അപ്പോൾ ഇതിൽ നിന്നും നമ്മുടെ പാർട്ട്ണറിൻ്റെ ഷെയർ വെച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പാർട്ട്ണർ കൊണ്ടുവരുന്ന ഗുഡ്വില്ലിൻ്റെ എമൗണ്ട് കിട്ടും. അത് ഫസ്റ്റ് കണ്ടുപിടിക്കുക, എന്നിട്ട് ജേർണൽ എൻട്രീസ് നമുക്ക് എഴുതാം. ഓക്കെ, അപ്പോൾ എന്താണ്? ഫസ്റ്റ് സെഡ്സ് ഷെയർ ഓഫ് ഗുഡ്വിൽ. സെഡ്സ് ഷെയർ ഓഫ് ഗുഡ്വില്ലാണ്. That is equal to 50,000 into 1/5. ഓക്കെ, അപ്പോൾ നമുക്ക് എത്ര കിട്ടും? 10,000 കിട്ടും. ഇനി അപ്പോൾ നമുക്കിതൊക്കെ കിട്ടി. ഇനി ജേർണൽ എൻട്രി നമുക്ക് എഴുതാം. ഫസ്റ്റ് നമ്മൾ എന്ത് ചെയ്യാണ്? ഫസ്റ്റ് പാർട്ട്ണർ ക്യാപിറ്റലും കൊണ്ടുവരുന്നുണ്ട്, അതുപോലെ ഷെയർ ഓഫ് ഗുഡ്വില്ലും കൊണ്ടുവരുന്നുണ്ട്. അപ്പോൾ നമുക്ക് എഴുതാം. ഫസ്റ്റ് ജേർണൽ എൻട്രി വരിക. ബാങ്ക് അക്കൗണ്ട് ഡെപ്റ്റഡ് ടു ബാങ്ക് ഓർ ക്യാഷ് അക്കൗണ്ട്. ബാങ്ക് ഓർ cash account debted to capital, Z's capital account. Z's capital account. Z എത്ര കൊണ്ടുവരുന്നത്? 60,000. ഓക്കെ, ടു പ്രീമിയം ഫോർ ഗുഡ്വിൽ. പ്രീമിയം ഫോർ ഗുഡ്വിൽ അക്കൗണ്ട് എന്ന് പറഞ്ഞിട്ട് 10,000 ആണ്. അപ്പോൾ ടോട്ടൽ ക്യാഷ് കൊണ്ടുവരുന്നത് എത്രയാണ്? 60,000 പ്ലസ് 10,000 17,000. നിങ്ങൾ ജേർണൽ വരച്ചിട്ട് എഴുതുക. ഓക്കെ, ഞാനിവിടെ ജസ്റ്റ് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഈ സൈഡിൽ ചെയ്തിരിക്കുന്നത്. നമ്മൾ ആൻസർ എഴുതുമ്പോൾ എങ്ങനെ എഴുതണം? നമ്മൾ ജേർണൽ വരച്ചിട്ട് വേണം എഴുതാൻ വേണ്ടിയിട്ട്. ഓക്കെ, അപ്പോൾ ഇതാണ് ഫസ്റ്റ് ജേർണൽ എൻട്രി. പിന്നെ നെക്സ്റ്റ് എന്താണ്? നമ്മൾ ഈ പ്രീമിയത്തിന് എന്ത് ചെയ്യണം? നമ്മൾ ഓൾഡ് പാർട്ട്നേഴ്സിന് കൊടുക്കണം, അല്ലേ? ഓൾഡ് പാർട്ട്നേഴ്സ് സാക്രിഫൈസ് ചെയ്യുന്നത് കൊണ്ടാണ് പുതിയ പാർട്ട്ണർക്ക് ഷെയർ കിട്ടുന്നത്. സോ ഈ പ്രീമിയം നമ്മൾ പഴയ പാർട്ട്നേഴ്സിന് അവരുടെ സാക്രിഫൈസിങ് റേഷ്യോയിൽ നമ്മൾ ഡിവൈഡ് ചെയ്യണം. ഇവിടെ നോക്കിക്കേ, ഇവിടെ സാക്രിഫൈസിങ് റേഷ്യോ നമ്മുടെ ഓൾഡ് റേഷ്യോ തന്നെയാണ് വരിക. വേറൊന്നും ഇവിടെ
മെൻഷൻ ചെയ്തിട്ടില്ല. അപ്പോൾ നെക്സ്റ്റ് ജേണൽ എൻട്രി വരിക പ്രീമിയം ഫോർ ഗുഡ് വിൽ അക്കൗണ്ട് ഡെപ്റ്റഡ് ടു ഗുഡ് വിൽ അക്കൗണ്ട് ഡെപ്റ്റഡ് ടു എന്താണ് എക്സ് ക്യാപിറ്റൽ അക്കൗണ്ട് ടു വൈസ് ക്യാപിറ്റൽ എക്സ് ക്യാപിറ്റൽ അക്കൗണ്ട് ടു വൈസ് ക്യാപിറ്റൽ അക്കൗണ്ട് ഇപ്പോൾ എമൗണ്ട് പ്രീമിയം എത്രയാണ് 10,000. ഇനി ഈ 10,000 നമ്മൾ എന്ത് ചെയ്യണം? ഈ 10,000 നമ്മൾ ഈ സാക്രിഫൈസിങ് റേഷ്യോ 3:2 ആണ് നമ്മളിവിടെ സാക്രിഫൈസിങ് റേഷ്യോ. ആ ഒരു റേഷ്യോയിൽ നമ്മൾ ഡിവൈഡ് ചെയ്യണം. ഓക്കെ, സാക്രിഫൈസിങ് റേഷ്യോ വരുന്നത് 3:2 ആണ്. സോ നമ്മൾ ആ ഒരു റേഷ്യോയിൽ ഈ 10,000 ഡിവൈഡ് ചെയ്യുക. എക്സിൻ്റെ 10,000 ഇൻറ്റു 3/5 അപ്പോൾ 6,000 വരും. ദെൻ വൈൻ്റെത് 10,000 ഇൻറ്റു 2/5 അപ്പോൾ 4,000 വരും. ഓക്കെ, അപ്പോൾ എന്ത് ചെയ്യുക? അവിടെ ഈ എമൗണ്ട് എഴുതാം 6,000ഉം 4,000ഉം. ഓക്കെ, അപ്പോൾ നമുക്ക് ഈ ഒരു ജേണൽ എൻട്രി ആയി അല്ലേ. അതായത് ഫസ്റ്റ് നമ്മൾ ക്യാപിറ്റലും പ്രീമിയം ഫോർ ഗുഡ് വില്ലും കൊണ്ടുവരുന്ന ജേണൽ എൻട്രി, പിന്നെ കൊണ്ടുവന്ന ഗുഡ് വില്ല് നമ്മൾ എന്ത് ചെയ്തു? ഡിസ്ട്രിബ്യൂട്ട് ചെയ്തു. ഇനി നെക്സ്റ്റ് നമ്മൾക്ക് ചെയ്യാനുള്ളത് എന്താണ്? ഇവിടെ പറഞ്ഞിരിക്കുന്നത് ഗുഡ് വിൽ ഈസ് ഫുള്ളി വിഡ്രോൺ ബൈ ദി പാർട്ട്നേഴ്സ്. ഗുഡ് വില്ല് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? ഫുള്ളി വിഡ്രോൺ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇവർക്ക് നമ്മൾ ഡിവൈഡ് ചെയ്ത് കൊടുത്ത ഈ 6,000ഉം 4,000ഉം അവർ ഫുള്ളി വിഡ്രോ ചെയ്യുകയാണ്. സോ അവരുടെ ക്യാപിറ്റൽ അക്കൗണ്ടിന് ഡെബിറ്റ് ചെയ്യുക, ക്യാഷ് ഓർ ബാങ്ക് അക്കൗണ്ടിന് ക്രെഡിറ്റ് ചെയ്യുക. അപ്പോൾ നെക്സ്റ്റ് ജേണൽ എൻട്രി വരിക എക്സ് ക്യാപിറ്റൽ അക്കൗണ്ട് ഡെപ്റ്റർ വൈസ് ക്യാപിറ്റൽ അക്കൗണ്ട് ഡെപ്റ്റർ ടു ക്യാഷ് ഓർ ബാങ്ക് അക്കൗണ്ട്. അതായത് ഇവർക്ക് നമ്മൾ കൊടുത്ത എമൗണ്ട് അവർ വിഡ്രോ ചെയ്യുകയാണ്. ഓക്കെ, അപ്പോൾ എത്രയാണ് വരിക? ഇവിടെ 6,000, ഇവിടെ 4,000, ടോട്ടൽ വിഡ്രോ ചെയ്യുന്നത് 10,000. എല്ലാത്തിനും ഒരു ചെറിയ നരേഷൻ കൊടുക്കുക. ഇവിടെ ബീയിങ് ക്യാപിറ്റൽ ആൻഡ് ഗുഡ് വിൽ ബ്രോട്ട് ഇൻ ക്യാഷ്. ഫസ്റ്റത്തേൽ എന്താ പറയുക? ബീയിങ് ക്യാപിറ്റൽ ആൻഡ് ഗുഡ് വിൽ ബ്രോട്ട് ഇൻ ക്യാഷ് എന്ന് കൊടുക്കുക. സെക്കൻഡത്തേൽ ഗുഡ് വിൽ ക്രെഡിറ്റഡ് ഇൻ സാക്രിഫൈസിങ് റേഷ്യോ. ചെറിയ നരേഷൻ കൊടുക്കുക. ഗുഡ് വിൽ ക്രെഡിറ്റഡ് ഇൻ സാക്രിഫൈസിങ് റേഷ്യോ. Then goodwill withdrawn by partners. Goodwill withdrawn by partners. ഓക്കെ, അപ്പം ഇതാണ് 14th ക്വസ്റ്റ്യൻ്റെ ആൻസർ വരുന്നത്. ജേണൽ എൻട്രീസ് മെയിനായിട്ട് നമുക്ക് 3 ജേണൽ എൻട്രീസ് ആണ് വരുന്നത്. ക്യാഷ് നമ്മുടെ ക്യാപിറ്റലും പ്രീമിയം കൊണ്ടുവരുന്നത്, പിന്നെ ആ കൊണ്ടുവന്ന പ്രീമിയം നമ്മൾ ഷെയർ ചെയ്തത് വിഡ്രോ ചെയ്യുന്നത്. ഓക്കെ, അങ്ങനെ ഈ ഒരു 3 ജേണൽ എൻട്രീസ് ആണ് നമുക്ക് വരുന്നത്. ഓക്കെ, ഇനി നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആവറേജ് പ്രോഫിറ്റ് തന്നിട്ടുണ്ട്, നോർമൽ റേറ്റ് ഓഫ് റിട്ടേൺ തന്നിട്ടുണ്ട്, ടോട്ടൽ അസറ്റ്സ് ഓഫ് ദി ഫേം തന്നിട്ടുണ്ട്, ഔട്ട്സൈഡ് ലയബിലിറ്റീസ് തന്നിട്ടുണ്ട്, ക്യാപിറ്റലൈസ് ദ വാല്യൂ ഓഫ് ഗുഡ് വിൽ അണ്ടർ ക്യാപിറ്റലൈസേഷൻ മെത്തേഡ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ക്യാപിറ്റലൈസേഷൻ മെത്തേഡിൽ നമുക്കറിയാം 2 തരമുണ്ട്, ക്യാപിറ്റലൈസേഷൻ ഓഫ് ആവറേജ് പ്രോഫിറ്റും സൂപ്പർ പ്രോഫിറ്റും. അപ്പോൾ ഇവിടെ ഏതാണെന്ന് മെൻഷൻ ചെയ്തിട്ടില്ല. അപ്പം നമുക്ക് ഏത് ചെയ്താലും ആൻസർ കറക്റ്റാണ്. ഓക്കെ, ആവറേജ് മെത്തേഡ്, ക്യാപിറ്റലൈസേഷൻ ഓഫ് ആവറേജ് പ്രോഫിറ്റ്, ക്യാപിറ്റലൈസേഷൻ ഓഫ് സൂപ്പർ പ്രോഫിറ്റ്. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് നമുക്ക് ക്യാപിറ്റലൈസേഷൻ ഓഫ് ആവറേജ് പ്രോഫിറ്റ് ചെയ്ത് നോക്കാം.
ക്യാപിറ്റലൈസേഷൻ ഓഫ് ആവറേജ് പ്രോഫിറ്റ്. അപ്പോൾ അതിന് നമുക്ക് എന്ത് ചെയ്യണം? ഫസ്റ്റ് ക്യാപിറ്റലൈസ്ഡ് വാല്യൂ ഓഫ് ആവറേജ് പ്രോഫിറ്റ് വേണം. ക്യാപിറ്റലൈസ്ഡ് വാല്യൂ ഓഫ് ആവറേജ് പ്രോഫിറ്റ് ഈസ് ഈക്വൽ ടു ആവറേജ് പ്രോഫിറ്റ് ഇൻറ്റു 100 ഡിവൈഡഡ് ബൈ NRR ആണ്. ആവറേജ് പ്രോഫിറ്റ് 60,000 ആണ്, ഇൻറ്റു 100 ഡിവൈഡഡ് ബൈ 10. അപ്പോൾ നമ്മൾക്ക് വെട്ടിക്കളയുമ്പോൾ ഈസി ആയിട്ട് കിട്ടും. എത്രയാണ്? 6 lakh. ഓക്കെ, 6 lakh ആണ് നമ്മുടെ ക്യാപിറ്റലൈസ്ഡ് വാല്യൂ. ഇനി നമുക്ക് എന്ത് വേണം? നെറ്റ് അസറ്റ്സ് അല്ലെങ്കിൽ ക്യാപിറ്റൽ എംപ്ലോയിഡ് വേണം. ഓക്കെ, നെറ്റ് അസറ്റ്സ് അല്ലെങ്കിൽ ക്യാപിറ്റൽ എംപ്ലോയിഡ്. അത് കണ്ടുപിടിക്കാനുള്ള ഐറ്റംസൊക്കെ നമുക്ക് തന്നിട്ടുണ്ട്. ടോട്ടൽ അസറ്റ്സ് തന്നിട്ടുണ്ട്, ഔട്ട്സൈഡ് ലയബിലിറ്റീസ് തന്നിട്ടുണ്ട്. അപ്പോൾ എന്ത് ചെയ്യുക? ടോട്ടൽ അസറ്റ്സ് മൈനസ് ഔട്ട്സൈഡ് ലയബിലിറ്റീസ്. ടോട്ടൽ അസറ്റ്സ് ഇവിടെ 5 lakh തന്നിട്ടുണ്ട്, മൈനസ് ഔട്ട്സൈഡ് ലയബിലിറ്റീസ് എത്രയാണ്? 1,20,000. അപ്പോൾ 5 lakh മൈനസ് 1,20,000 ചെയ്യുമ്പോൾ നമുക്ക് 3,80,000 കിട്ടും. ഓക്കെ, 3,80,000 കിട്ടും. അതാണ് നെറ്റ് അസറ്റ്സ്. ഇനി ഗുഡ് വില്ല് കണ്ടുപിടിക്കാൻ എന്താണ്? ക്യാപിറ്റലൈസ്ഡ് വാല്യൂ മൈനസ് നെറ്റ് അസറ്റ്സ്. ഓക്കെ, ഇനി ഗുഡ് വില്ല് കണ്ടുപിടിക്കാൻ ക്യാപിറ്റലൈസ്ഡ് വാല്യൂ മൈനസ് നെറ്റ് അസറ്റ്സ്. അപ്പോൾ ഇവിടെ ക്യാപിറ്റലൈസ്ഡ് വാല്യൂ എത്രയാണ്? താഴേക്ക് എഴുതുകയാണ്, നിങ്ങൾ നോക്കുക. ക്യാപിറ്റലൈസ്ഡ് വാല്യൂ 6 lakh ആണ്. 6 lakh മൈനസ് നെറ്റ് അസറ്റ്സ് എത്രയാണ്? 3,80,000. 6 lakh മൈനസ് 3,80,000. നമുക്ക് ആൻസർ എത്രയാണ് വരിക? 2,20,000. ഗുഡ് വിൽ എത്രയാണ്? 2,20,000. അപ്പോൾ ഇതൊരു മെത്തേഡാണ് ക്യാപിറ്റലൈസേഷൻ ഓഫ് ആവറേജ് പ്രോഫിറ്റ്. ആവറേജ് പ്രോഫിറ്റ് ക്യാപിറ്റലൈസ് ചെയ്തിട്ട് നമ്മൾ ചെയ്യുന്നു. ഇനി നമുക്ക് ഇതേ ഇത് വെച്ചിട്ട് നമുക്ക് ക്യാപിറ്റലൈസേഷൻ ഓഫ് സൂപ്പർ പ്രോഫിറ്റും കണ്ടുപിടിക്കാം. ഇവിടെ നമുക്ക് എന്ത് ചെയ്യണം? നോർമൽ റേറ്റ് ഓഫ് റിട്ടേൺ ക്യാപിറ്റലൊക്കെ കണ്ടുപിടിക്കാനുള്ള തന്നിട്ടുണ്ട്. അപ്പോൾ നോർമൽ പ്രോഫിറ്റ് കണ്ടുപിടിക്കുക, സൂപ്പർ പ്രോഫിറ്റ് കണ്ടുപിടിക്കുക, എന്നിട്ട് ക്യാപിറ്റലൈസ് ചെയ്യുക. അപ്പോൾ നമുക്ക് സെയിം ആൻസറാണ് വരിക. അപ്പോൾ നമുക്ക് അതും കൂടി ഒന്ന് ചെയ്ത് നോക്കാം. അപ്പോൾ ഇത് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഫസ്റ്റ് നമ്മൾ എന്ത് ചെയ്യുക? ക്യാപിറ്റലൈസേഷൻ ചെയ്യുക. ആവറേജ് പ്രോഫിറ്റിനെ ക്യാപിറ്റലൈസ് ചെയ്യുക, എന്നിട്ട് നെറ്റ് അസറ്റ്സ് കണ്ടുപിടിക്കുക. അത് തരാൻ ടോട്ടൽ അസറ്റ്സ് മൈനസ് ഔട്ട്സൈഡ് ലയബിലിറ്റീസ് ആണ് നെറ്റ് അസറ്റ്സ്. ദെൻ പിന്നെ ഗുഡ് വില് ക്യാപിറ്റലൈസ്ഡ് വാല്യൂ മൈനസ് നെറ്റ് അസറ്റ്സ്. ക്യാപിറ്റലൈസ്ഡ് വാല്യൂ ഓഫ് ആവറേജ് പ്രോഫിറ്റ് മൈനസ് നെറ്റ് അസറ്റ്സ് ആണ്. ഇനി നമുക്ക് സൂപ്പർ പ്രോഫിറ്റും കൂടി ഒന്ന് ചെയ്ത് കാണിച്ചു തരാം. അപ്പോൾ ഇവിടെ സൂപ്പർ പ്രോഫിറ്റ് ചെയ്യാൻ നമുക്ക് ഫസ്റ്റ് എന്ത് വേണം? നോർമൽ പ്രോഫിറ്റ് വേണം, അല്ലേ? അപ്പോൾ നോർമൽ പ്രോഫിറ്റ് നമുക്കറിയാം എന്താണ്? നോർമൽ പ്രോഫിറ്റ് ഈസ് ഈക്വൽ ടു ക്യാപിറ്റൽ എംപ്ലോയിഡ് ഇൻറ്റു NRR by 100. അങ്ങനെയല്ലേ? അപ്പോൾ ക്യാപിറ്റൽ എംപ്ലോയിഡ് നമുക്കറിയാം എന്താണ്? ടോട്ടൽ അസറ്റ്സ് മൈനസ് ഔട്ട്സൈഡ് ലയബിലിറ്റീസ് ആണ്. അപ്പോൾ ക്യാപിറ്റൽ നമുക്ക് 5 lakh മൈനസ് 1,20,000 ചെയ്യുമ്പോൾ നേരത്തതുപോലെ തന്നെ നമുക്ക് 3,80,000 കിട്ടും. ഓക്കെ, ഇനി നോർമൽ പ്രോഫിറ്റ് കണ്ടുപിടിക്കാൻ എന്ത് ചെയ്യുക? നോർമൽ പ്രോഫിറ്റ് ഈസ് ഈക്വൽ ടു നമ്മുടെ ക്യാപിറ്റൽ എംപ്ലോയിഡ്. ക്യാപിറ്റൽ എംപ്ലോയിഡ് എത്രയാണ്? 3,80,000 ഇൻറ്റു നോർമൽ റേറ്റ് ഓഫ് റിട്ടേൺ ഇൻറ്റു 10/100. അപ്പോൾ എത്ര കിട്ടും നമുക്ക്? നോർമൽ പ്രോഫിറ്റ് 38,000 കിട്ടും. ഇനി നമ്മൾ എന്ത് ചെയ്യുക? സൂപ്പർ പ്രോഫിറ്റ് കണ്ടുപിടിക്കുക. സൂപ്പർ പ്രോഫിറ്റ് എങ്ങനെ കണ്ടുപിടിക്കുക? ആവറേജ് പ്രോഫിറ്റ് മൈനസ് നോർമൽ പ്രോഫിറ്റ്. ആവറേജ് പ്രോഫിറ്റ് മൈനസ് നോർമൽ പ്രോഫിറ്റ്. ആവറേജ് പ്രോഫിറ്റ് എത്രയാണ്? 60,000 മൈനസ് നോർമൽ പ്രോഫിറ്റ് എത്രയാണ്? 38,000. അപ്പോൾ എത്രയാണ് നമുക്ക് വരിക? 22,000.
ഓക്കെ, ഇനി ഗുഡ് വില്ല് കണ്ടുപിടിക്കാൻ എങ്ങനെയാണ്? ഗുഡ് വിൽ ഈസ് ഈക്വൽ ടു സൂപ്പർ പ്രോഫിറ്റ് ഇൻറ്റു 100 ഡിവൈഡഡ് ബൈ NRR. അപ്പോൾ സൂപ്പർ പ്രോഫിറ്റ് നമുക്കറിയാം 2,22,000 ആണ്, 22,000 ആണ്, ഇൻറ്റു 100 ഡിവൈഡഡ് ബൈ 10. അപ്പോൾ ഇതൊന്ന് കളയുന്നു. അപ്പോൾ നമുക്ക് എത്ര കിട്ടി? 2,20,000. അപ്പോൾ കേട്ടോ, രണ്ട് മെത്തേഡ് ചെയ്ത് കഴിഞ്ഞാലും നമുക്ക് ആൻസർ സെയിം ആണ് വരുന്നത്, 2,20,000 ആണ് വരുന്നത്. ഓക്കെ, ഇനി അടുത്തൊരു ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. 16th ക്വസ്റ്റ്യൻ. അപ്പോൾ ഇതും ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സിൻ്റെ ഒരു ക്വസ്റ്റ്യൻ ആണ്. Bilal and Abid are partners sharing profits equally. Abid withdrew 20,000 quarterly. Interest on drawings is charged at 6% per annum. Calculate interest on Abid's drawings for the year 2025, assuming that drawings are made in the beginning of each quarter, in the end of each quarter. അപ്പോൾ നമുക്ക് ക്വാർട്ടർലി വരുമ്പോൾ നമുക്ക് ടൈം പീരീഡ് അറിയാം. ബിഗിനിങ് ഓഫ് ഈച്ച് ക്വാർട്ടർ ആണെങ്കിൽ നമ്മൾ എടുക്കുന്ന ടൈം പീരീഡ് 7.5 months ആണ്, എൻഡ് ആണെങ്കിൽ 4.5 ആണ്. അപ്പോൾ ഫസ്റ്റ് നമ്മൾ എന്ത് ചെയ്യണം? ടോട്ടൽ ഡ്രോയിങ്സ് കണ്ടുപിടിക്കണം. ഫസ്റ്റ് നമ്മൾ ചെയ്യേണ്ടത് എന്താണ്? ടോട്ടൽ ഡ്രോയിങ്സ് എങ്ങനെയാണ്? 20,000 ഇൻറ്റു എത്ര ക്വാർട്ടറാണ് ഒരു ഇയറിലുള്ളത്? 4 ക്വാർട്ടർ അല്ലേ? അപ്പോൾ 20,000 ഇൻറ്റു 4 ചെയ്യുക. അപ്പോൾ നമുക്ക് എത്ര കിട്ടും? 80,000 കിട്ടും. 4 ക്വാർട്ടറാണുള്ളത് അല്ലേ? ഒരു ക്വാർട്ടർ എന്ന് പറഞ്ഞാൽ എത്രയാണ്? 3 months ആണ്. അപ്പോൾ 3 months 6 3 + 3 6, അങ്ങനെ 4 ക്വാർട്ടറാണ് നമുക്കുള്ളത്. അപ്പോൾ നമ്മൾ എത്ര കിട്ടി? 80,000 നമുക്ക് കിട്ടി. ഇനി എളുപ്പമാണ് അല്ലേ? പീരീഡ് നമുക്കറിയാം. അപ്പോൾ ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ് ഈസ് ഈക്വൽ ടു ടോട്ടൽ ഡ്രോയിങ്സ് 80,000 ഇൻറ്റു റേറ്റ് ബൈ 100 എത്രയാണ്? 6/100 ഇൻറ്റു 7.5/12. അപ്പോൾ നമുക്ക് ആൻസർ കിട്ടും 3,000. ഇനി നെക്സ്റ്റ് 80,000 സെയിം തന്നെയാണ് എമൗണ്ട് അല്ലേ? ഇൻറ്റു 6/100 ഇൻറ്റു അറ്റ് ദി എൻഡ് ആണെങ്കിൽ 4.5/12. അപ്പോൾ നമുക്ക് കിട്ടും 1,800. അപ്പോൾ ഇതാണ് 1ൻ്റെയും 2ൻ്റെയും ആൻസർ ആയിട്ട് വരിക. ഓക്കെ, അപ്പോൾ ഇനിയും നമുക്ക് ബാക്കി കുറച്ച് അധികം ക്വസ്റ്റ്യൻസ് ഉണ്ട്. അപ്പം ഇനിയും ചെയ്ത് കഴിഞ്ഞാൽ ലോങ് വീഡിയോ ആയിട്ട് മാറും. പാർട്ട് 2-ൽ നമ്മൾ ബാക്കി ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ എല്ലാം നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റിൽ ചോദിക്കാം. താങ്ക് യു.